ബോട്ട്മാസ് നിയമം അനുസരിച്ച് വേണം ഇത് സിംപ്ലിഫൈ ചെയ്യാൻ. കാരണം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ക്രമത്തിൽ വേണം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 10. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? ഒരു ഡിവൈഡഡ് ബൈ 5 -3 ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഉള്ള അതുപോലെ അങ്ങ് എടുത്തിടുന്നു. ഇനിയും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഉള്ളത്. ഇനി ഡിവിഷൻ ചെയ്യണം. 10/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10നെ 5 കൊണ്ട് ഇരിക്കുമ്പോൾ 2. പിന്നെ റൈറ്റിലോട്ടൊരു -3 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 15 × 2 ഉണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഉള്ളത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ വേണം അടുത്ത ക്രമത്തിൽ ചെയ്യാൻ. അതായത് 15 × 2 30 -3 = 27. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ചെയ്യുന്നു 7 + 3 10. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? അതുപോലെ അങ്ങ് എഴുതുക. ഉള്ളത് അതുപോലെ അങ്ങ് എഴുതുക. ഇനി മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇനിയും ഡിവിഷൻ വേണം. 10/5 എന്ന് പറയാൻ 2. പിന്നെ റൈറ്റിലോട്ടൊരു -3 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 15 × ഉണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷന് സബ്ട്രാക്ഷൻ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. 15 × 2 30 -3. അതായത് 30 3 27. ഓപ്ഷൻ സി ആണ് ഉത്തരം.